ബംഗ്ലാദേശിൽ ഇപ്പോൾ നടക്കുന്ന അക്രമ പ്രവർത്തനങ്ങൾ യാദൃശ്ചികമായി ഉണ്ടായ സംഭവങ്ങളല്ല. ആ അക്രമങ്ങളുടെ സ്വഭാവം കാണുമ്പോൾ തന്നെ അതിൻ്റെ പിന്നിൽ കൃത്യമായ ഒരു തിരക്കഥ ഉള്ളതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ മലയാള പത്രങ്ങൾ, ഇവിടുത്തെ പല ചാനലുകളും പറയുന്നത് പോലെ ബംഗ്ലാദേശിൽ ജനാധിപത്യത്തിൻ്റെ വസന്തം വരുന്നു എന്നൊക്കെയുള്ള ആ വാദം അക്ഷരാർത്ഥത്തിൽ ഭാരതത്തിൻ്റെ ജനങ്ങളോട്, അതേപോലെ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ വിഭാഗങ്ങളോടുള്ള വെല്ലുവിളിയാണ്. കാരണം ഷെയ്ഖ് ഹസീനെ അധികാര ഭ്രഷ്ടയാക്കാൻ വേണ്ടി നടന്ന സമരമാണെങ്കിൽ അവർ അധികാരം വിട്ടൊഴിഞ്ഞ് പോകുമ്പോൾ പ്രക്ഷോഭം അവസാനിക്കേണ്ടതാണ്. പകരം നമ്മളവിടെ കാണുന്നത് അവിടെയുള്ള ഹിന്ദു ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ആരാധനാലയങ്ങൾ തകർക്കുന്നു, സ്ത്രീകളോട് അത്യാചാരം ചെയ്യുന്നു, അതേപോലെ കൊച്ചു കുട്ടികളെ പോലും പീഡിപ്പിക്കുന്നു, ബുദ്ധിസ്റ്റുകളുടെ ആരാധനാലയങ്ങൾ തകർക്കുന്നു, ബുദ്ധിസ്റ്റുകളെ വംശഹത്യ ചെയ്യുന്നു. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ബംഗ്ലാദേശിൽ നടക്കുകയാണ്. ഇപ്പം ഗാസയിൽ അല്ലെങ്കിൽ പാലസ്തീനിൽ നടക്കുന്ന വംശഹത്യകളെക്കുറിച്ച് അല്ലെങ്കിൽ കലാപങ്ങളെക്കുറിച്ച് ഏറെ വാചാലരാകുന്ന മലയാള മാധ്യമങ്ങൾ നിശബ്ദത പാലിക്കുകയാണ് ബംഗ്ലാദേശിലെ ഹിന്ദു വംശഹത്യയ്ക്കും ബുദ്ധ വംശഹത്യയ്ക്കുമൊക്കെ എതിരെ. ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ ജനശ്രദ്ധ ജനാധിപത്യ മൂല്യങ്ങളുടെ പുനഃസ്ഥാപനത്തിന് വേണ്ടി, മനുഷ്യാവകാശത്തിന് വേണ്ടിയാണ് ഇന്നിവിടെ ഹിന്ദു ഐക്യവേദിയെ പോലെയുള്ള സംഘടന കേരളത്തിൻ്റെ തെരുവുകളിൽ പ്രതിഷേധാഗ്നിയുമായിട്ട് ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. ഷെയ്ഖ് ഹസീനയുടെ മകൻ പറയുന്നുണ്ട് പാകിസ്ഥാനിന് പങ്കുണ്ട്, IS ചാരന്മാർക്ക് പങ്കുണ്ട് എന്നൊക്കെ. നിശ്ചയമായും ഭാരതത്തിലെ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ നടത്തിയ അമേരിക്കൻ ഗൂഢാലോചന പരാജയപ്പെട്ട സാഹചര്യത്തിൽ ഭാരതത്തെ അസ്ഥിരപ്പെടുത്താൻ CIA-യും അതേപോലെ തന്നെ പാകിസ്ഥാൻ ചാരസംഘടനയും സംയുക്തമായിട്ട് നടത്തുന്ന ഒരു നീക്കമാണ് ബംഗ്ലാദേശിൽ ഉണ്ടായിരിക്കുന്നത് എന്നാണ് വിദേശകാര്യ വിദഗ്ധന്മാരുടെയും നയതന്ത്ര വിദഗ്ധന്മാരുടെയും എല്ലാം അഭിപ്രായം എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇത്തരത്തിൽ ഈ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഹിന്ദുക്കളും ബുദ്ധന്മാരൊക്കെ ആക്രമിക്കപ്പെടുന്ന സമയത്ത് കൂടുതൽ ജനകീയമായിട്ടുള്ള പ്രക്ഷോഭങ്ങളൊക്കെ ഉയർന്നു വരേണ്ടതല്ലേ? നിശ്ചയമായിട്ടും നമുക്കറിയാം, കേരളത്തിലെ ഒരു സോക്കോൾഡ് ലെഫ്റ്റിസ്റ്റുകൾ മനുഷ്യാവകാശത്തെക്കുറിച്ച് ഏറെ വാചാലരാകാറുണ്ട് എങ്കിലും ഹിന്ദു ന്യൂനപക്ഷങ്ങൾ ലോകത്തിൽ എവിടെ ആക്രമിക്കപ്പെട്ടാലും, അല്ലെങ്കിൽ ബുദ്ധിസ്റ്റുകൾ ആക്രമിക്കപ്പെട്ടാലും, അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ ആക്രമിക്കപ്പെട്ടാലും ഒക്കെ ഇവർ പുലർത്തുന്ന മൗനം, ആ മൗനം നമ്മൾ കേരളത്തിൻ്റെ ഒരു സവിശേഷമായ രാഷ്ട്രീയ സാഹചര്യമായി കാണണം. ഈ ഹിന്ദു ആരാധനാ രീതികൾ സ്കൂളുകളിൽ ഗണപതി ഹോമം നടത്താൻ പാടില്ല എന്ന് പറഞ്ഞ ഇടതുപക്ഷം തന്നെയാണ് തൊടുപുഴയിൽ നിർമ്മല കോളേജിൽ നിസ്കാരത്തിന് വേണ്ടിയിട്ട് ക്ലാസ് റൂമുകൾ അനുവദിക്കണമെന്ന് പറഞ്ഞ പ്രക്ഷോഭം നടത്തിയത് SFI അടക്കമുള്ളവർ. അപ്പോൾ ഇവിടുത്തെ മതേതരത്വം എന്ന് പറയുന്നത് കൃത്യമായ ഇരട്ടത്താപ്പുള്ള മതേതരത്വമാണ്. അതുപോലെ മനുഷ്യാവകാശം എന്ന് പറയുന്നത് മൗലികമായ മനുഷ്യാവകാശം ഹിന്ദു സമൂഹത്തിന് നിഷേധിക്കുന്ന സമീപനമാണ് ഇവിടുത്തെ ഇടതുപക്ഷം വെച്ച് പുലർത്തുന്നത്. ആ സോക്കോൾഡ് ഇടതുപക്ഷത്തിൻ്റെ ആജ്ഞാനുവർത്തികളായി പ്രവർത്തിക്കുന്ന ചില മാധ്യമങ്ങൾ അവരാണ് പറയുന്നത് ബംഗ്ലാദേശിലെ ജനാധിപത്യത്തിൻ്റെ വസന്തകാലം വന്നു. കോഴിക്കോട് നിറങ്ങുന്ന ഒരു മുത്തശ്ശി പത്രത്തിൻ്റെ തലക്കെട്ട് തന്നെ എങ്ങനെയാണ്, ബംഗ്ലാദേശിൽ വസന്തകാലം വന്നു എന്നാണ്. ബംഗ്ലാദേശിൽ ഇവർ പറയുന്ന വസന്തകാലം ആഘോഷിക്കുന്നത് അവിടുത്തെ ന്യൂനപക്ഷ ഹിന്ദുക്കളെയും ബുദ്ധിസ്റ്റുകളെയും കൊലപ്പെടുത്തിക്കൊണ്ടും ആരാധനാലയങ്ങൾ തകർത്തുകൊണ്ടും സ്ത്രീകളെ മാനഭംഗപ്പെടുത്തിക്കൊണ്ടുമാണ്. അപ്പം ഇത് നമ്മുടെ കേരളം പോലെയുള്ള ഒരു പ്രദേശത്ത് ജനങ്ങളെ ഈ കാര്യം അവബോധം വരുത്തേണ്ടത് ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഹിന്ദു ഐക്യവേദി ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധ സംരംഭം നടത്തുന്നത്. ഹിന്ദു ഐക്യവേദി പ്രതിഷേധം തുടരുക തന്നെ ചെയ്യും, കൂടുതൽ ജനശ്രദ്ധയിൽ ആകർഷിക്കുന്ന രീതിയിൽ. ഇങ്ങനെ ഹിന്ദു ഐക്യവേദി ഈ പ്രതിഷേധം തുടരുകയാണല്ലോ, കൂടുതൽ ജനങ്ങളിലേക്ക് ഈ വിഷയത്തെ എത്തിക്കുന്ന രീതിയിൽ. ഇത് ഹിന്ദു ഐക്യവേദി മാത്രം നടത്തേണ്ട പ്രതിഷേധ പ്രകടനങ്ങളല്ല. നമ്മുടെ നാട്ടിലെ ജനാധിപത്യ ബോധമുള്ള, മനുഷ്യാവകാശ ബോധമുള്ള എല്ലാ സംഘടനകളും, മതാതീതമായി എല്ലാ പ്രസ്ഥാനങ്ങളും ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം സംഘടിപ്പിക്കേണ്ടതാണ്. കേവലം ഗാസയിലോ അല്ലെങ്കിൽ പാലസ്തീനിലോ മാത്രമല്ല മനുഷ്യാവകാശ ലംഘനം നടക്കുന്നത്. മനുഷ്യാവകാശ ലംഘനം നടക്കുന്നത് ഏത് മതത്തിൻ്റെ ആണെന്ന് നോക്കിയിട്ട്, ഏത് രാഷ്ട്രീയക്കാരുടെ ആണെന്ന് നോക്കിയിട്ടല്ല നമ്മൾ പ്രതികരിക്കേണ്ടത്. ലോകത്തിൽ എവിടെ മനുഷ്യാവകാശ ലംഘനം നടന്നാലും അതിനെ നമ്മൾ ഒരേ രീതിയിൽ സമീപിക്കണം. നിർഭാഗ്യവശാൽ കേരളത്തിൽ മനുഷ്യാവകാശ പ്രവർത്തകരെന്ന് പറയുന്നവർ അല്ലെങ്കിൽ ജനാധിപത്യവാദികളെന്ന് പറയുന്നവർ അവർ കൃത്യമായ ഒരു അജണ്ടയോടുകൂടി ലോകത്തിലെ
ഇതര ന്യൂനപക്ഷങ്ങളെ വംശഹത്യക്ക് വിധേയമാക്കുമ്പോൾ, ഹിന്ദു അടക്കമുള്ള ഇതര ന്യൂനപക്ഷങ്ങൾ ലോകത്തിലെ മറ്റ് രാജ്യങ്ങളിലെ വംശഹത്യക്ക് വിധേയമാകുമ്പോൾ പുലർത്തുന്ന കുറ്റകരമായ ഒരു മൗനം, അതിന് കേരളം വില കൊടുക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.